ചേച്ചി നമുക്ക് ഏണിയും പാമ്പും കളിച്ചാലോ? എവിടെയെങ്കിലൊക്കെ മാറി ഇരുന്ന് കളിക്കാം. എനിക്ക് ചിറ്റപ്പ കൈ ഫ്രീ ആണെങ്കിൽ നിന്റെ പാവന്ന് പൊത്തുവാ. കൂടുതലും ചാടിയോണ്ട് നിന്നെ പിടിച്ച് കെട്ടിയിടുക കേട്ടോ. പിള്ളേരല്ലേ, കെട്ടിയിടൊന്നുമില്ല മക്കളെ, അവിടെ നിന്നില്ല. ഓഹോ, ഇപ്പൊ നമ്മളെ കുറ്റക്കാര്. സിനിമാ സ്റ്റൈലിൽ ഇപ്പൊ ഗോഡൌണിൽ തട്ടിക്കൊണ്ടൊന്നും പോരാ നമ്മളെ കുറ്റം പറയുന്നു. എടാ നീ അത് വിട് മക്കളെ. അച്ഛൻ മക്കളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെയോ? ആ, കൂടുതൽ ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ, പണയം അങ്ങോട്ട് കേട്ടാ മതി. എടാ നീ പേടിപ്പിക്കാതെ കുറച്ച് മയത്തിൽ സംസാരിക്കും. പിള്ളേരല്ലേടാ. ഓ, എന്തൊന്ന് ചായക്കൊന്ന്. അച്ഛൻ എന്താ പറയാനുള്ളത് പറ. അത് മക്കളെ, ഇന്ന് അച്ഛൻ്റെ ക്ലിനിക്കിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായി. ദാരുണ സംഭവം എന്തുവാ? ആ മൃഗപാലൻ ഡോക്ടറെ, മൃഗപാലൻ ഡോക്ടർ കൈ ഇങ്ങനെ വെച്ചിട്ട് അച്ഛനെ നാണ്ട് ഇങ്ങനെ കുത്തി. എന്താണെന്നുള്ള കാര്യമൊക്കെ നീ വിട്. ഒരു മൃഗ ഡോക്ടർ കമ്പൗണ്ടറെ അടുത്ത് മര്യാദക്കല്ലല്ലോ അച്ഛൻ്റെ അടുത്ത് പെരുമാറിയത്. അത് കണ്ടപ്പോൾ അച്ഛന് മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടായി. ആ വേദന ഒരു വേദനയും സങ്കടവും. ആ സങ്കടത്തിൽ നിന്ന് അച്ഛനൊരു ആഗ്രഹം ഇങ്ങനെ പൊട്ടിമുളച്ചു. എന്താഗ്രഹം? മക്കളെ ഒന്ന് സംസാരിക്കാതിരിക്കോ? അച്ഛൻ ചേച്ചിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. മക്കളെ, അച്ഛൻ്റെ ആഗ്രഹം മക്കളെ ഒരു മൃഗ ഡോക്ടർ ആക്കണമെന്നാണ്. അതിനാണ് അച്ഛൻ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. അത് പിന്നെ അമ്മ മക്കളെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചാലാ. മക്കൾ മൃഗ ഡോക്ടർ ആവുമോടാ? ആണോ? ആവാ. ഉള്ളതാണോ? ആ, എനിക്ക് എന്തെങ്കിലും കാര്യം മതി അച്ഛാ. ഇനിയപ്പോ അച്ഛന് അതാണ് ആഗ്രഹം, ഞാനങ്ങ് ആവാം അല്ലേ? കണ്ടടാ, എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം കണ്ടാ മതി. ചേട്ടാ ചേട്ടാ ഞാനെന്താവണം? മക്കൾ തൽക്കാലം ഒന്നും ആവണ്ട. അച്ഛനെന്താ ചാള കളിപ്പിക്കുന്ന? പിന്നെ എന്തിനാ എന്നെ കൊണ്ടുവന്നേ? എടി, ഒരാളെ തട്ടിക്കൊണ്ടുവരും, വേറെ ആളെ ചുമ്മാ ഇരുത്താൻ പറ്റുമോ? അതുകൊണ്ട് നിന്നെ കൂടെ കൊണ്ടുവന്നേ. അത്രേ ഉള്ളൂ. നീ കൂടെ കണ്ണി ഒരെണ്ണം കൊടുത്തോ. ചിറ്റപ്പ ഞാൻ ഫ്രീ ചികിത്സ ചവിട്ടിക്കളയും കേട്ടോ. അച്ഛമ്മ എന്തു ഈ ആലോചിക്കുന്നേ? ഞാൻ ആരുടെ സൈഡ് നിൽക്കട്ടെന്ന് ആലോചിക്കുക. അതിപ്പോ എന്റെ അത്ര ആലോചിക്കാനിരിക്കണേ? എന്റെ സൈഡ് നിൽക്കണം. അച്ഛമ്മ മൃഗ ഡോക്ടറൊക്കെ ആയിക്കഴിഞ്ഞാലേ വല്ല പട്ടിയും കടിക്കല്ലേ, പിന്നെ ഞണ്ടിറുക്കും. ഞണ്ടാ? ആ, ഞണ്ടിന് എന്താ അസുഖം വരില്ലേ? എടി, ഞണ്ടിന്റെ അടുത്തേക്ക് സ്റ്റെതസ്കോപ്പും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വെട്ടിക്കളയും സ്റ്റെതസ്കോപ്പ്. പിന്നെ ഈ തെർമോമീറ്ററും കൊണ്ട് പനി നോക്കാൻ ചെന്ന് കഴിഞ്ഞാലേ അതും ഇറുകി പൊട്ടിക്കും. ഓ അങ്ങനെ. ആ, ഞണ്ടിറുക്കും. അത് മാത്രമല്ല, സ്രാവ്, തിമിംഗലം, ഡോൾഫിൻ ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാ. അത് ശരി. അങ്ങനെ അപ്പൊ മൃഗ ഡോക്ടർ ആവണോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ എഞ്ചിനീയർ ആക്കാം. ആ, ഇത് പറഞ്ഞാ മതി. വരുന്നുണ്ടെന്ന് തോന്നുന്നു. നീ എവിടെ ഇതുവരെ? ഞാനേ മീരയുടെ വീട്ടിലെ കുറച്ച് ബുക്ക് അടിക്കാൻ പോകാതാ. പിന്നെ വരുന്ന വെച്ചാൽ അച്ഛനെ നിർത്തി കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യം? അച്ഛൻ എന്നെ ഒരു മൃഗ ഡോക്ടർ ആക്കാനുള്ള ആഗ്രഹം പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞോ? ആ, എന്തുപറ്റി? ഈ കൊച്ചെന്തിനും ഞണ്ടിറക്കേ? ഞണ്ട്, തിമ്മിങ്ങാലം, സ്രാവ് ഇതെല്ലാം നിന്നെ കടിക്കും. ആ, അത് മാത്രല്ല നിന്നെ ഓന്ത് നക്കും. ആ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എടി, നീ മൃഗ ഡോക്ടർ ആയാലുണ്ടല്ലോ, ആഴ്ച മനുഷ്യന്മാരുടെ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും ഇഞ്ചക്ഷൻ എടുക്കാൻ. ആ, ഞാനതങ്ങ് ആലോചിച്ചില്ലമ്മ. ആ, ഇനിയാണെങ്കിൽ ആലോചിക്കാൻ സമയമില്ലേ? നാത്തൂസ്, 1-2 പ്രോബ്ലം കൂടെ ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കട്ടെ? വേണ്ട, നീ പറഞ്ഞ ഓവറാക്കണ്ട. അവർക്ക് കാര്യം മനസ്സിലായി ഇല്ലേ? വേണ്ട. മക്കളെ, ആരും കടിക്കാൻ വരാത്തൊരു പ്രൊഫഷൻ അമ്മ നിനക്ക് പറഞ്ഞുതരാം. എന്താ അമ്മ? എടി, എഞ്ചിനീയർ. നിന്നെ ഒരു എഞ്ചിനീയർ ആക്കി കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കൊള്ളാം. എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. എൻ്റെ മരുമോളെ ഒരു ഓന്ത് നക്കുന്ന കാണാനുള്ള ശേഷി എനിക്കില്ലാത്തോണ്ടാ. നീ എന്തോന്നും പറയാത്ത? എന്നാ പിന്നെ എഞ്ചിനീയർ ആവാ. എടി, അവള് സമ്മതിച്ചടി. എനിക്ക് അപ്പോഴും അറിയായിരുന്നു അവള് സമ്മതിക്കുമെന്ന്. ശരിക്കോ? എടിയാശെ, അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇപ്പൊ നീ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ചാടിയ വഴിക്ക് ഉത്തമന്നതിനോടൊന്നും പറഞ്ഞ് അങ്ങോട്ട് ചാടത്തില്ലേ? ആ, അതൊരു പോയിന്റാ. ചതിക്കൂടി. ഒന്നും പറയാൻ പറ്റില്ല അമ്മ. അങ്ങോട്ടും ഇങ്ങോട്ട് ചാഞ്ചാടുന്ന മനസ്സല്ലേ എന്ത് ചെയ്ത്? തേഞ്ഞ്. അങ്ങനെ ഇപ്പൊ ചാഞ്ചാടണ്ട. നീ എഞ്ചിനീയർ ആയാ മതി. ഓ, ഞാൻ മാക്സിമം ശ്രമിക്കാം അമ്മ. ശ്രമിച്ച പോരാ, ഉറച്ചു നിക്കണം. ആ, ഉറച്ച്. ആ, കണ്ടോടി എന്റെ മോൾ എഞ്ചിനീയർ പല്ലവിയെ. മറുകണ്ഠം ചാടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തൊട്ട കേസെല്ലാം പൊന്നായിട്ടേ ഉള്ളൂ. എടേ, നീ തൊട്ട് പൊന്നാക്കിയ കേസിന്റെ കാര്യമൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എന്ത് ഞാൻ കൊച്ചിനെ പിടിച്ച് ചാക്കിയിട്ട് തന്നിട്ട് ചാക്കിയിട്ട്
വരുന്നുണ്ട്. എവിടെ മക്കളെ അമ്മയുടെ എല്ലാം പറഞ്ഞ ആ പറഞ്ഞു. ഡേയ് എൻ്റെ അടുത്തൊന്നും തോന്നല്ലേ. നീ ആമി കൊച്ചിനെ വേണമെങ്കിൽ എഞ്ചിനീയർ ആയിക്കോ, എനിക്കൊരു വിരോധവും ഇല്ല. ആ ആണല്ലേ മക്കളെ, മറ്റേ കാര്യം അച്ഛനോടങ്ങ് പറഞ്ഞേരെ. യാസ് മറ്റേ കാര്യം അതെ അച്ഛാ, ഞാൻ എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചു. ബെസ്റ്റ്. കൊച്ചേ നീ എന്താ കളിക്കണ? മൃഗ ഡോക്ടറാണെന്ന് എനിക്ക് വാക്ക് തന്നിട്ടില്ല, നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. അതിപ്പോ ഈ ഞണ്ട് കറക്കുന്ന കാര്യം, സ്രാവ് കടിക്കുന്ന കാര്യം ഒന്നും അറിയണ്ടല്ലോ ഞാൻ ഉറപ്പ് വന്നേ. നീ ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ അങ്ങോട്ടേക്ക് ചാടിച്ച്. എന്തൊരു സ്വഭാവം ചേട്ടത്തി, വളരെ ചീപ്പായി പോയിട്ടോ. നിനക്കെന്താണ് ഒരു കാര്യം? സുമേഷ വാങ്ങിച്ച പൈസക്ക് പണിയെടുക്കും. ഉണ്ട ചോറിന് നന്ദി കാണിക്കുമെന്ന്. മക്കളെ അമ്മ ചുമ്മാ പറയണേണ്. അച്ഛൻ ഇതുവരെ ഞണ്ടിൻ്റെ ഇറക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഞണ്ടിന്റെ ഇറക്കം കൊണ്ട് വന്നിട്ടൊന്നുമില്ല, പക്ഷെ കുടില ചവിട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. കുടില ചവിട്ടിയാ? കുതിര. ആ കുതിര അതൊരു പ്രാവശ്യം. ആ ഇന്നാളൊരു ദിവസം വവ്വാലി ചപ്പി എന്ന് പറഞ്ഞു വന്നോ? നീ പോ അവിടെ നിന്ന്. പപ്പാല ഇപ്പം ഞാൻ തോന്നുന്നു മൽഗോവ മാമ്പഴോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പോറലുണ്ടാവും. അത് ഞാൻ കമ്പൗണ്ടർ ആയതുകൊണ്ടാണ്. ഡോക്ടർക്ക് അങ്ങനെ ഒരു ആപത്തും പറ്റൂല മക്കളെ. അപ്പം പിന്നെ മറ്റേ കുതിര വെട്ടി മൃഗപാലൻ്റെ ഫ്രണ്ടിലെ 3 പല്ല് പോയതോ? എടാ അത് എന്നെ ചവിട്ടിന് കണ്ടോണ്ട് അയാൾ വാ വളർന്ന് നിന്ന് ചിരിച്ചത് കൊണ്ട്. ഡേ നീ ആരുടെ സൈഡ്? എൻ്റെ സൈഡാണ്. ഓ സോറി മറന്നു. ആ അത് തന്നെ മൃഗപാലൻ ഫ്രണ്ടിൽ വെപ്പ് കല്ല് വെച്ച്. പിന്നത്തെ കുഴപ്പം ആ വെപ്പ് വല്ല വെച്ചല്ല പിന്നെന്ത്? കേട്ടോ അവിടുത്തെ ഡോക്ടറെ ഫ്രണ്ടിൽ വെപ്പൂല് വെച്ചെന്ന്. ഇവിടെ നിനക്കും മൃഗ ഡോക്ടറായ ഫ്രണ്ടിൽ വെപ്പൂല് വെച്ച് നടക്കാം. വേണോ? എനിക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ടെന്ന്. എടി നിർത്ത്, നിന്റെ പരദൂഷണം പറിച്ച് നിർത്ത്. ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ മുമ്പേ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ടല്ലേ അവളെ സ്വാധീനിച്ച് അവളെ മൃഗ ഡോക്ടറാകാൻ സമ്മതിപ്പിച്ച. അപ്പൊ അതിനൊരു കുഴപ്പമില്ലേ? ആ ചേട്ടൻ ഒറ്റയ്ക്കൊന്നുമില്ല, ഞാനും ഉണ്ടായിരുന്നു കൂടെ. പോടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചിനെ ഞാൻ എഞ്ചിനീയർ ആക്കിയിരിക്കും. എന്റെ കൊക്കിന് പൾസ് ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ആ നിങ്ങളുടെ കുക്കിനെ ഞാൻ പോയി. എന്റെ ദൈവമേ, എനിക്ക് എഞ്ചിനീയർ ആവണ്ട, മൃഗ ഡോക്ടറും ആവണ്ട. പിന്നെ നിനക്ക് എന്തോ ആവണം? ഞാനേ ബാഡ്മിന്റൺ കളിക്കാരി ആയല്ലോ. അടിപൊളി. ഓപ്പോസിറ്റ് കളിക്കുന്ന പെണ്ണിനെ നിനക്ക് പ്രായം കൊല്ലാനില്ലേ? ഞാൻ അപ്പ ആലോചിച്ചോളാം. ഇവിടെ വഴക്കുണ്ടാക്കാണ്ടിരുന്നാ മതി. സമാധാനമായല്ലോ രണ്ടുപേർക്കും. മൃഗ ഡോക്ടറുമായി എഞ്ചിനീയറുമായി. ഇത് വെള്ളി അങ്ങനെ വേണം കേട്ടോ ഈ തലയില് പെട്ടെന്ന്. ഇച്ചിരി നനയട്ടറാ, തല തണുക്കട്ടെ. ചേട്ടാ പോടാടുന്നു മഴ ആയാലും വെറുതെ നിങ്ങൾ നിങ്ങൾക്ക് വെട്ടോ. എന്റെ മുന്നേ ചേട്ടന് ഭ്രാന്ത്, ചേട്ടന് ഭ്രാന്ത്. ഇതിപ്പോഴേ മറ്റേ മണ്ണും ചാരിയും ഇന്നവൻ പെണ്ണും കൊണ്ടുപോയിന്ന് പറഞ്ഞ പോലെ അല്ലേ? അതല്ലേ അമ്മ, മറ്റേ ഇതില്ലേ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴ കാക്ക കൊത്തി പോയി എന്ന് പറഞ്ഞ പോലെ ചേട്ടനും കിട്ടിയില്ല, നാത്തൂനും കിട്ടിയില്ല. ഓ അങ്ങനെ. ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ കൊച്ചിനെ വിശ്വസിക്കരുതെന്ന്. ആ ശരിയാ, അച്ഛമ്മ പറഞ്ഞതാ. ഇതാ പറയുന്നേ, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും. എടി പിങ്കി, 101 പഴഞ്ചൊല്ലെന്ന് പറഞ്ഞു നീ വല്ല ബുക്ക് വല്ലതും വായിച്ചു ഈയിടയ്ക്ക്? കുറെ നേരമായി അവള് പഴഞ്ചൊല്ലും കൊണ്ടുവന്നിരിക്കുന്നു. ചേട്ടാ എനിക്ക് പഴഞ്ചൊല്ലി പറയാൻ പറ്റത്തില്ലേ? എന്തുവാ അല്ലേ? അച്ഛൻ പറയടാ. അച്ഛൻ പോയാന്ന്. അച്ഛനപ്പുറത്തുണ്ട്. എന്തുവാടാ? അച്ഛൻ ഇത്തിരി പറ അച്ഛമ്മ എന്നെ മൃഗ ഡോക്ടർ ആക്കല്ലേന്ന്. മികവോ? മൃഗ ഡോക്ടർ ആക്കല്ലേന്ന്. നീ അപ്പൊ ഒന്നും അറിഞ്ഞില്ല അല്ലേ? നിന്നെ വിട്ടു അവര്, പല്ലീനെ പിടിച്ചു. എന്തായാലും അച്ഛൻ നല്ല പണി തന്നെ ചെയ്തത്. എന്നിട്ട് എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞ ഞാനാണെങ്കിൽ കുറെ നേരം ചെന്ന് ഒളിക്കുകയും ചെയ്ത് ആ ഉറുമ്പിന്റെ ഫുൾ കടി എനിക്ക് കിട്ടി. നീ എവിടെ പോയി ഒളിച്ചത്? ഇതെന്തുവാ ഇത്? ഉത്തരത്തിന്റെ മേളില്. എന്റെ മോനെ വല്ല തേളോ പഴുതാരോ കടിച്ചിരുന്ന എന്തായനടാ? അത് കുഴപ്പമില്ല, എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലേ. പല്ലിച്ചേച്ചി ട്രാപ്പിലായല്ലേ? പല്ലിച്ചേച്ചി ട്രാപ്പിലാവുകയും ചെയ്തു, ട്രാപ്പിൽ നിന്ന് അവള് ചാടുകയും ചെയ്തു. നിന്നെ ഞാൻ ഒന്നുകൂടെ നോമിനേറ്റ് ചെയ്യട്ടടാ കുട്ടാ. ഞാൻ വീണ്ടും ഉത്തരത്തിൽ പോട്ടേടാ കൂട്ടാ. വേണ്ട, നീ എങ്ങും കയറണ്ട. എടി ഭയങ്കര ചുമ്മാരി. ഞാനൊന്നും പറഞ്ഞില്ല അച്ഛമ്മേ, ഞാൻ നാത്തൂന്റെ സൈഡാന്ന് പറഞ്ഞില്ലേ? എന്നാലും ആ പല്ലവി അമ്മയുടെ കൊണ്ട് തന്നെയാണ്. ഒരു സ്ഥലത്ത് അവൾ ഉറച്ചു വയ്ക്കത്തില്ല. അത് ശരിയാ കേട്ടോ, ഞാനും ഇപ്പഴും ആലോചിക്കുന്നേ, കറക്റ്റ് നാത്തൂൻ തന്നെ. അമ്മയുടെ അതേ സ്വഭാവം.